വീണ്ടും കുടുംബത്തിലേക്ക് വരികയാണ്. MG സാറിന്റെ ഓർമ്മകൾ. MGR താത്ത എന്നാണ് ഞാൻ വിളിക്കുന്നത്. താത്ത എൻ്റെ ഗുരുവാണ്. കാരണം ഇപ്പം താത്തയാണ് എന്നെ ഫസ്റ്റ് ഒരു ഫിലിമിൽ ഒരു 4 വരി പാടിക്കുന്നത്. സാഫല്യം ദാസാറിന്റെ കൂടെ ഒരു 4 വരി. അയ്യോ ഓർക്കുന്നില്ല, അതാണ് ഓർമ്മയില്ല. ഇപ്പോഴൊക്കെ ആയിരുന്നെങ്കിൽ ഭയങ്കരമായിട്ട് നമുക്ക് പോസ്റ്റൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നു. പക്ഷെ അന്ന് ഞാൻ ലിറിക്സ് തലയിരിച്ചൊക്കെ വെച്ച് ഇങ്ങനെയൊക്കെയാണ് പാടുന്നത്. ലിറിക്സ് ആയിട്ടൊന്നും ഇല്ല, പിന്നെ അത് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ. താത്ത എന്താ പറയുക, കുറേ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു കൊച്ചിലെ ഇന്നത് വേണം നീ. താത്ത ഇതുപോലെയായിരുന്നു. ഒരു കുറേയൊക്കെ ഇങ്ങനെ ക്രൗഡ് എന്താ പറയുക, സാധാരണക്കാർക്ക് എന്താണോ ഇഷ്ടം അത് കൊടുക്കുക, അങ്ങനത്തെ ഒരു മൈൻഡുള്ള ഒരാളായിരുന്നു. അത് ഒരു തരി പോലും ഇപ്പം ആര് വന്നാലും അതിന് സമയം കണ്ടെത്തി അവിടെ നിന്ന് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കുറേയൊക്കെ ഞാൻ അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ ഒരു അടുപ്പമായിരുന്നു താത്തയായിട്ട്. പിന്നെ എനിക്ക് പാടാനൊന്നും പറ്റിയില്ല, അങ്ങനെ വേറെ പാട്ടുള്ളതും താത്ത പോയി. എന്തായാലും നല്ല ഓർമ്മകളാണ് ഇപ്പോഴും. പാട്ടുകൾ അദ്ദേഹത്തിന്റെ എന്നും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു പിടി പാട്ടുകൾ എല്ലാവർക്കും ഉണ്ട്. ഹരിയുടെ ഫേവറേറ്റ് ഏതാ? താത്ത എനിക്ക് തോന്നുന്നു ഫിലിമിൽ പറയുകയാണെങ്കിൽ എനിക്ക് സൂര്യകിരീടം ഭയങ്കര ഇഷ്ടം. ചിറ്റപ്പനെ പാടി MGS. ഞാൻ ചിറ്റപ്പനെന്നാണ് വിളിക്കുന്നത്, ചിറ്റപ്പനല്ല അപ്പൂപ്പനാണ്. അപ്പം ആ ഒരു കോമ്പിനേഷനിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സോങ്ങാണത്. പിന്നെ ഇത് മറ്റേ നരസിംഹത്തിലെ പാട്ടുകൾ, മണിച്ചിത്രത്താഴ്, സെലക്ട് ചെയ്യാൻ പറ്റില്ല. എല്ലാ അടിപൊളിയാണ്, എല്ലാ അടിപൊളിയാണ്, ഭയങ്കര കിട്ടില്ല. എന്നാലും പിന്നെ ലൈറ്റ് മ്യൂസിക്സ് കുറേ ചെയ്തിട്ടുണ്ട് താത്ത. ഇപ്പൊ ഘനശ്യാമസന്ധ്യ, ഓർമ്മകൾ, ഓടക്കുഴൽ വിളി, അഷ്ടപതിയില്. അപ്പൊ അങ്ങനെ ഒരു ക്രൗഡും ഉണ്ട്. അത് പറഞ്ഞപ്പോഴാണ് ഞാന് കവലൻ സാറിന്റെ ശ്രീ ഗണപതിയുടെ, ഞാനിപ്പോ അതെന്റെ കോൺസേർട്ടിലെ ഫസ്റ്റ് കോമ്പോസിഷൻ അതാണ്. ഞാൻ മിക്കവാറും കച്ചേരിയുടെ സെക്കൻഡ് പാർട്ടൊക്കെ അത് പാടാറുണ്ട്. കാരണം അത് ഭയങ്കര അയ്യോ എന്ത് രസം. അത് ഭയങ്കര ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു സോങ് ആയിട്ട്. അതൊന്ന് പാടോ? പിന്നെ അതിന്റെ അനുപല്ലവി പാടാം, എനിക്ക് ഭയങ്കര ഇഷ്ടം. തിരുമകനായി നീ കാവലിനായി ഇരുന്നരുളും സമയത്തിൽ നിന്നെ പറഞ്ഞു വിട്ട് ചെഞ്ചിട നടുവിലിരുന്നു മയങ്ങിയ മങ്കയ ഗംഗയ മടിയിലിരുത്തി ഉറക്കി ഗണപതിയേ നിന്നച്ഛൻ മുപ്പാരിന്നച്ഛൻ അമ്മയോ നിന്നെ നമ്പി അച്ഛനതിലേറെ നമ്പി 2 പേർക്കും നല്ല പിള്ള ഗണപതിയേ ഗണപതിയേ. ലക്ഷ്മി താളം. അയ്യോ ഒരു രക്ഷയില്ല. എന്റെ ലിറിക്സ് ആണെങ്കിലും ചെയ്യാനും നമുക്ക് നല്ല സുഖം, പാടാനും നല്ല. അവരൊരു എവർഗ്രീൻ കോംബോ ആയിരുന്നു, MGR ആൻഡ് കാവാലം. സത്യം. തീർച്ചയായിട്ടും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, എസ്പെഷ്യലി മ്യൂസിക് കുടുംബത്തുനിന്ന് വരുമ്പോ എന്തായാലും ആൾക്കാർക്ക് കുറച്ചും കൂടി പ്രതീക്ഷ. എന്താണ് ഹരിയുടെ വിഷൻ? ഇപ്പം തൽക്കാലം ഇപ്പം നിറച്ച് പടങ്ങൾ ഇങ്ങനെ ചെയ്യുക, വരുന്ന എല്ലാ പ്രോജക്ട്സും ചെയ്യുക, നല്ല സോങ്സ് സെലക്ട് ചെയ്ത് ചെയ്യാനാണ് ആഗ്രഹം. പിന്നെ ആസ് എൻ ഇൻഡിപെൻഡന്റ് മ്യൂസീഷ്യൻ കുറേ വർക്ക്സ് സ്വന്തമായിട്ട് ഇപ്പം ബാൻഡിൻ്റെ കൂടെ അല്ലാതെ സ്വന്തം പ്രോജക്ട്സ് ആയിട്ട് ചെയ്യണം. ഇപ്പം മ്യൂസിക് ഡയറക്ഷൻ അല്ല ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ഇപ്പം ക്ലാസിക്കലി ആയിട്ടുള്ള കാര്യങ്ങളും. ഇപ്പം ഒരു ബാൻഡ് ഉണ്ടല്ലോ, ബാൻഡുണ്ട്, പ്രഗതി എന്നാണ് പേര്. അപ്പം ഞങ്ങൾ ഇപ്പൊ കറന്റ്ലി ഒരു 3 സോങ്സ് ചെയ്തു, 3 ആക്ട്രസസിനെ വെച്ചിട്ടാണ്. ഹോപ്പ് വി വിൽ ക്ലബ് സൂൺ എന്താ പറയാ. അപ്പം ഇതിപ്പം കറന്റ്ലി ലെന ചേച്ചി, വമിക ഗബ്ബിയും നൈല ഉഷ 3 പേരെ വെച്ചിട്ടാണ്. പക്ഷെ അത് അതെ
മൂന്ന് ലേഡീസിന്റെ അവരുടെ എംപവർമെന്റ്, വിമൻ എംപവർമെന്റ് ആണ് മെയിൻലി ഉദ്ദേശിച്ചത്. സ്ത്രീ ശാക്തീകരണം. ഹരിശങ്കർ എന്ന് പറയുന്ന സിംഗറിന് പ്രചോദനമായിട്ടുള്ളത് ഭാര്യയാണോ? ഉറപ്പായിട്ടും കുറെയൊക്കെ ശാക്തീകരണം നല്ല രീതിയിൽ. ശാക്തീകരണമല്ല, ശക്തീകരണം. അല്ല, ശിവനും ശക്തിയാണ്, എല്ലാത്തിനും ശങ്കറുണ്ട്. ഉറപ്പായിട്ടും അത് പറഞ്ഞപ്പോഴാ എന്റെ ഏട്ടന്റെ മോന്റെ പേരും ശങ്കർ, ഹരിശങ്കർ എന്നാണ്. നല്ല വലിയ ആളാവട്ടെ. തീർച്ചയായിട്ടും കയ്യിലിരിപ്പ് അങ്ങനെയുണ്ട്.